ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ,
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം, മുല്ലോർലിത്തേവരേ ശരണം, സർവേശ്വരമംഗലത്തപ്പ ശരണം, തലയാക്കുളത്തമ്മേ ശരണം, നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ രാമായണ പാരായണം ഒരു ദിവസം കൂടി ആ ഭഗവാന്റെ മുമ്പിലിരുന്ന് പാരായണം ചെയ്യാൻ ആരംഭിക്കുകയാണ്. യാതൊരു ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഇല്ലാണ്ട് ഇവിടെ എത്തിക്കുന്ന ഭഗവാന്റെ പാദത്തിൽ ആ കാരുണ്യത്തിൻ്റെ മുമ്പിൽ അനന്തകോടി പ്രണാമം. എല്ലാവർക്കും എല്ലാം ആ ഈശ്വരനെ ആശ്രയിക്കുമ്പോൾ ആ പൂർണ്ണമായിട്ട് അതിൽ ഉറയ്ക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ആ പരിവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന പല കാര്യങ്ങളും നമുക്ക് അനുഭവിച്ച് തന്നെ അറിയണം. വേറൊരാൾ പറഞ്ഞ് അറിയാൻ വെച്ചാൽ പറ്റില്ല. അവനവൻ്റെ കാര്യം അവനവൻ അനുഭവിച്ച് തന്നെ അറിയണം. നാമജപത്തിൻ്റെ മഹത്വം ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ആ അനുഭവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാൻ എല്ലാവരുടെയും കൂടെ എപ്പോഴും അങ്ങനെ കൂടെ ഉണ്ടാവും എന്ന് തീർച്ചയായിട്ടും നമ്മളുടെയൊക്കെ ആ മനസ്സിൽ ഉറച്ച് നമ്മൾ എപ്പോഴും ആ ഉറപ്പുണ്ടാവണം. അതിന് ഇളക്കം തട്ടാൻ പാടില്ല. ദൃഢമായിട്ടുള്ള ഒരു ഭാവമായിരിക്കണം ഭഗവാനോട്. ആരൊക്കെ കൈവിട്ടാലും ആ ഭഗവാൻ കൈവിടില്ല. എപ്പോഴും ആ ഒരു ശക്തി തന്നെയാണ് നമ്മളെ നയിക്കുന്നത്. അതുതന്നെയാണ് നമുക്ക് ഏകാശ്രയം എന്നുള്ള ആ ഉറപ്പ് ഓരോരുത്തരുടെ ഹൃദയത്തിലും നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ സത്സംഗങ്ങളും നാമജപവും എല്ലാം. അപ്പോൾ നമുക്കെല്ലാവർക്കും അതിന് സാധിക്കട്ടെ. കുറച്ചു കാലം അടുപ്പിച്ച് നമ്മളിത് ആ ഭഗവാനെ ഉപാസിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങളും പ്രാരാബ്ധങ്ങളും വന്നപ്പോൾ നമ്മളെന്താ പറയുക, എത്രയോ കാലമായി ഞാൻ ഈ ഭഗവാനെ ഇങ്ങനെ ഭജിക്കണു, ഭഗവാന് ഞാൻ എല്ലാ ദിവസവും വന്ന് വിളക്ക് വയ്ക്കുന്നുണ്ട്, ഭഗവാന് എപ്പോഴും ഞാനിതാ വഴിപാട് കൊടുക്കുന്നുണ്ട്, പാൽപ്പായസം നേദിക്കുന്നുണ്ട്, എന്നിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെന്ന് വിചാരിച്ചാൽ പിന്നെ എങ്ങനെയാണ് എന്നുള്ളൊരു നിരാശയാണ്. നമ്മളൊരിക്കലും തിരിച്ചറിയണില്ല. അങ്ങനെയൊക്കെ ആ ഭഗവാനെ ആശ്രയിക്കുന്നത് കൊണ്ടാണ് നമുക്കിതിനൊക്കെ തരണം ചെയ്യാനുള്ളൊരു പവർ ഉണ്ടാവണത്. ഇതൊക്കെ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും അതിനെ തരണം ചെയ്യാനുള്ളൊരു പവർ ഉണ്ടാവണത്. ഓരോരുത്തരും അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ച് തന്നെ ആവണം. അതൊക്കെ നമ്മളുടെ കർമ്മത്തിൻ്റെ ഫലമാണ്. നമ്മൾ പറയണോ, ഇപ്പം എല്ലാവരും പറയണ കേൾക്കാമല്ലേ, ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെ തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഉറപ്പായിട്ടും അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ വെറുതെ പറയുക. ആർക്കും പറയാൻ പറ്റില്ല അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. എല്ലാം ശരിയായ ആൾക്കാരും ഇല്ല, എല്ലാം തെറ്റായ ആൾക്കാരും ഇല്ല. അയാൾ തെറ്റ് മാത്രമേ ചെയ്യുള്ളൂ, അതും പറയാൻ പറ്റില്ല. അയാളുടെ ഉള്ളിലുണ്ടാവും ഏതെങ്കിലും ഒരു ശരി. അപ്പോൾ ആ നന്മയെ കാണാൻ ശ്രമിക്കണം. ആ നന്മയെ നമ്മളിതാ പുറത്തേക്ക് എടുത്തിട്ട് ആ നന്മ, ഒരാളുടെ ഉള്ളിലൊരു നന്മയുണ്ടെങ്കിൽ ആ നന്മയെ അയാൾക്ക് തിരിച്ചറിയിക്കാനായിട്ടായിരിക്കണം നമ്മളുടെ അത്. അല്ലാണ്ട് അവരുടെ തെറ്റുകൾ മാത്രം പറഞ്ഞ് അവരെ താഴ്ത്തുകയല്ല വേണ്ടത്. ഇതൊക്കെ നമുക്ക് രാമായണത്തിലൂടെ പറഞ്ഞു തരുന്നതാണ് അല്ലേ. ഓരോ കാര്യങ്ങളും രാമായണത്തിലൂടെയാണ്. ആരെയും അങ്ങനെ താഴ്ത്തി കെട്ടരുത്, ഒരാളെയും അങ്ങനെ പറയാൻ പാടില്ല. അതുപോലെ നമ്മൾ എല്ലാവരും നമ്മളുടെ കർമ്മത്തിൻ്റെ ഫലം അല്ലാണ്ട് വേറെ ഒന്നുമില്ല അല്ലേ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ
താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന് പറയുന്നു. അവനവന് ചെയ്യണ ആ കർമ്മത്തിൻ്റെ ഫലങ്ങൾ അവനവനല്ലാണ്ട് അല്ലെ കർത്താവ് ഒഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ എന്ന് ചോദിക്കണില്ലേ രാമായണത്തിൽ തന്നെ. നമ്മൾ തന്നെയാണ് അതിൻ്റെ ആ ഫലം അനുഭവിക്കാനായിട്ട് വരുന്നത്. അപ്പം അതുകൊണ്ട് ഓരോ പ്രവൃത്തിയിലും ശ്രദ്ധിക്കുക. നമുക്ക് ചിലപ്പോൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ശരിയേത് തെറ്റേതെന്ന് നമുക്ക് നിശ്ചയം ഉണ്ടാവില്ല. തെറ്റാന്ന് അറിഞ്ഞിട്ടാവില്ല ചെയ്യണ്ടാവുക, പിന്നീടാണ് മനസ്സിലാവുക. അപ്പം അങ്ങനെ മനസ്സിലാവുമ്പോൾ പശ്ചാത്തപിക്കാനുള്ളൊരു മനസ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ, അത് തിരിച്ചറിഞ്ഞാൽ പശ്ചാത്തപിക്കാനുള്ളൊരു മനസ്സ് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈശ്വരകൃപ കൊണ്ട് മാത്രമേ നടക്കുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഓരോ സത്സംഗങ്ങളും. രാമായണം എന്ന് പറഞ്ഞാൽ നമുക്ക് നിത്യപാരായണം ചെയ്ത് നമ്മളുടെ ജീവിതത്തിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ ബുദ്ധിമുട്ടുകളുണ്ടോ, പണ്ടൊക്കെ ഉള്ളവർ പറയും രാമായണം പകുത്ത് വായിക്കുകയാണ്, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ രാമായണം പകുത്ത് വായിക്കുകയാണ്. അപ്പോൾ ആ പകുത്ത് നോക്കുമ്പോൾ അത് ഭഗവാന്റെ ശരിക്കും അതാണ്. ആ പകുത്ത് നോക്കുമ്പോൾ കിട്ടണ ഭാഗം എന്താണെന്ന് അറിഞ്ഞിട്ട് അത് അവിടെ നമുക്ക് അവിടേക്ക് നമുക്ക് വേണ്ടൊരു ഉപദേശം, നമുക്ക് വേണ്ടൊരു ഉത്തരം അതിലുണ്ടാവും. ചില ആൾക്കാർ നല്ല കാലമാണ് കഷ്ടകാലമാണെന്നൊക്കെ പറഞ്ഞ് വിടും. പക്ഷെ അങ്ങനെയല്ല. ആ പറഞ്ഞ ഭാഗങ്ങൾ നമ്മൾ വീണ്ടും പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ഉത്തരം അതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് അത് മാത്രമാണ് ഭഗവാൻ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ച് തരികയാണ്. അപ്പം അതൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതിൽ എഴുതിയേക്കേണ്ട ഓരോന്ന് എന്താണ്, അതിൻ്റെ ഉള്ളിലുള്ള അന്തരാർത്ഥം എന്താണെന്നൊക്കെ നമുക്ക് ചിന്തിക്കാനുള്ളൊരു ബോധം ഉണ്ടാവണം. ആ ബോധം ഉണ്ടാക്കി തരികയാണ് ഇതുപോലെയുള്ള പാരായണങ്ങളിലൂടെയൊക്കെ നമുക്ക് സാധിക്കണത്. സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണോ. നമുക്ക് ഇന്നത്തെ ഭാഗങ്ങൾ പാരായണം ചെയ്യാം. ജാനകീ ജീവനസ്മരണം ഹര നമ പാർവതീപതയേ ആഞ്ജനേയ സ്വാമിക്ക് പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗജാനനം ഭൂതഗണാതിസേവിതം കപിദ്ധജംബൂഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. കൂജന്തം രാമ രാമ ഇവിടെ ഇട്ടോളൂ ഭഗവാന്. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമര്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസന്തകം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജാനകീ ജീവനസ്മരണം ആഞ്ജനേയ സ്വാമിക്ക്. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണന്തക രാമ. ശ്രീരാമ മമ ഹൃദി
രമതാം രാമ രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഇന്നലെ പാരായണം ചെയ്ത് സമർപ്പിച്ചത് രാവണൻ്റെ വിലാപത്തോടു കൂടിയിട്ടാണ് അവിടെ സമർപ്പിച്ചത്. ഈ രാവണൻ്റെ ഹോമവിഘ്നം എന്നുള്ള ഭാഗങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യാനുള്ളത്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജാനകീ ജീവനസ്മരണം. ശുക്രനെ ചെന്നു നമസ്കരിച്ചെത്രയും ശുഷ്കാവതനായി നിന്നു ചൊല്ലിടിനാൻ. അർക്കാത്മജാതിയം മർക്കടാവീരരും മർക്കാതന് അർക്കാന്വയോത്ഭൂതനാകിയ രാമനും ഒക്കെയൊരുമിച്ചു വാരുതിയും കടന്നിക്കരെ വന്നു ലങ്കാപുരം പ്രാപിച്ചു. ചക്രാരി മുഖ്യാനിശാചരന്മാരെയുമൊക്കെയൊടുക്കി ഹരേ കൃഷ്ണ ഞാനേകാകിയായിതു. ചക്രാരി മുഖ്യാനിശാചരെയും ഒക്കെയൊടുക്കി ഞാൻ ഏകാകിയായിതു. ദുഃഖമുൾക്കൊണ്ടിരിക്കുമാറായതു സദ്ഗുരോ ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ. വിജ്ഞാനിയാകിയ രാവണനാനദി വിജ്ഞാപിതമായ ശുക്രമഹാമുനി രാവണനോടുപദേശിച്ചിതെങ്കിൽ നീ ദേവതാമാരെ പ്രസാദം വരുത്തുക. ശീഘ്രമായൊരു ഗുഹയും തീർത്തു ശത്രുക്കൾ ശീഘ്രമൊരു ഗുഹയും തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രകാരമതീരഹസ്യസ്ഥലെ ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക. വന്നുകൂടും ചെയ്യാമെന്നാൽ നിനക്കെടോ വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്നാകിൽ അഗ്നികുണ്ഡത്തിങ്കൽ നിന്നു പുറപ്പെടും ബാണതുണീര ചാപാശുരധാദികൾ വനവരാലും അചയ്യനം. പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചു കൊൾകന്നോട് സാദരാമന്തരാമെന്നിയെ ഹോമം കഴിക്ക നീ. ശക്രാമുനിയോട് മൂലമന്ത്രം ചേട്ടു രക്ഷോ ഗുണാധിപനാകിയ രാവണൻ പന്നകാലോകാസമാനമായി തീർത്തിതു തന്നെ മന്ദിരം തന്നിൽ ഗുഹാതലം. ഹവ്യാഗവാദികമായ സദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൻ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനം പുക്കുശുദ്ധനായി ധ്യാനാമർപ്പിച്ചു തൽഫലാമർത്തിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനൻ. വ്യോമമാർഗത്തോളം ഉദ്ധിതമായൊരു ഹോമധൂപം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രനു കാട്ടിക്കൊടുത്തിടിനൻ. ഹോമം തുടങ്ങി ദശാനനൻ മന്നവ ഹോമം കഴിഞ്ഞു കൂടിയിടുകില്ലെന്നുമേ നാം അവനോട് തോറ്റിടും മഹാരണേ. ഹോമം മുടക്കുവാനായി അയച്ചിടുക സമോദമാശു കപീകുലാവീരരെ. ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ടു പുത്രാംഗദാദികളൊക്കവേ 100 കോടിപ്പടയോടും മഹാമതിയിലേറിക്കടന്നങ്ങു രാവണ മന്ദിരം പൊക്കൂ. പുരപാലകന്മാരെയും കൊന്നു മർക്കടാവീരരൊരുമിച്ചനാകുലം വാരണവാചീരഥങ്ങളെയും പൊടിച്ചാരാഞ്ഞു. തത്രാദശാസ്യോമസ്ഥലം വ്യാജാത്സരമാ നിജകര സംശയാ സൂചിച്ചിതു ദശഗ്രീവ ഹോമസ്ഥലം. ഹോമാഗുഹദ്വാരബന്ധനാ പാഷാണമാമയാഹീനം പൊടിപ്പെടുത്തങ്കതൻ തത്ര ഗുഹയിലകമ്പുക്ക നേരത്തു നക്തഞ്ചരന്തനെ കാണായി ദന്തികെ
മറ്റുള്ളവർകളും അങ്കദാനുജ്ഞയാ തെറ്റെന്നു ചെന്നു ഗുഹയിലിറങ്ങിനാൻ. കണ്ണുമടച്ചുടൻ ധ്യാനിച്ചിരിക്കുമാ ജനാധിപനെ കണ്ടു വാനരൻ താടിച്ചു പുത്തിയ ജനങ്ങളെ പീഡിച്ചു കൊള്ളുകയും സംഭാര സഞ്ചയം കുണ്ടത്തിൽ ഒക്കെ ഒരിക്കലേ ഹോമിച്ചു കണ്ടിച്ചിതു ലഘുമേഖലാജാലവും. രാവണൻ കയ്യിലിരുന്ന മഹദ്രുവം പാവനി ശീഘ്രം പിടിച്ചു വലിച്ചുടൻ താടനം ചെയ്താനതു കൊണ്ടു സത്വരം ക്രീഡയാ വാനരശ്രേഷ്ഠൻ മഹാബലൻ. ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീറിനാനേറ്റവും ധ്യാനത്തിനേതു മിളക്കമുണ്ടായില്ല മാനസേ രാവണനും ജയാകാംക്ഷയ. മണ്ഡോദരിയെ പിടിച്ചു വലിച്ചു തന്മണ്ഡനമെല്ലാം നുറുക്കിയിട്ടിടിനാൻ. വിസ്തസ്ത്രനീവയായി കഞ്ചുകാഹീനയായി വിസ്തസ്ത്രയായി വിലാപം തുടങ്ങിനാൾ. വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാൻ എന്തു ദുഷ്കൃതം ചെയ്തതു ദൈവമേ. നാണം നിനക്കില്ലയോ രാക്ഷസേശ്വരാമാനം ഭവാനോളമില്ല മറ്റാർക്കുമേ. നിന്നുടെ മുമ്പിലിട്ട അശൂകഭീവരാൻ എന്നെ തലമുടി ചുറ്റിപ്പിടിപ്പെട്ടു പാരിയിലിഴയ്ക്കുന്നതും കണ്ടിരിപ്പതു പോരെ പരീഭവ ഓർക്കിൽ ജലാമതേ. എന്തിനായിക്കൊണ്ടു നിൻ ധ്യാനവും ഹോമവും അന്തർഗതാമിനി എന്തോന്നു ദുർമതേ. ജീവിതാശാദേ വലിയ സീമാനസേ ഹാവിധി വൈഭവമെത്രയും അത്ഭുതം. അർദ്ധം പുരുഷനു ഭാര്യയല്ലോ ഭുവി. ശത്രുക്കൾ വന്നവളെ പിടിച്ചത്രയും ബന്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യു ഭവിക്കുന്നതു ഉത്തമാമേവനും. നാണവും പത്നിയും വേണ്ടിയിലിവന്നു തത്പ്രാണാഭയം കൊണ്ട് മൂടൻ മഹാഖരൻ. ഭാര്യാവിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യാമകന്നു തൻ വാളുമായി സത്വരം. അങ്കദൻ തന്നോടടുത്താനതു കണ്ടു തുങ്കാശരീരികളായ കപികളും രാത്രേഞ്ചരേശ്വര പത്നിയേയുമായി ആർത്തു വിളിച്ചു പുറത്തു പോന്നീടിനാൻ. ഹോമാമശേഷം മുടക്കി വയാമെന്നു രാമാന്തികെ ചെന്നു കൈതൊഴുതിടിനാൾ. മണ്ഡോദരിയോടനുസരിച്ചന്നേരം പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിനാൻ. നാദേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിന് മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം. ഇപ്പോഴനുഭവാവിത്തരം മാമകം. ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിടു നീ. ജ്ഞാനാവിനാശനം ശോകമറിയുക നീ. അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാനജാതാമഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരഞ്ജരാ സംഭവം. ദേഹമൂലം പുത്രധാരാദിബന്ധവും ദേഹിക്കു സംസാരവും അതു കാരണം. ശോകാഭയക്രോധ ലോഭമോഹ സ്പൃഹ രാഗഹർഷാദി ജരാമൃത്യുജന്മങ്ങൾ അജ്ഞാനജങ്ങൾ അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകലെ കളക നീ. ജ്ഞാനസ്വരൂപനാത്മാപരൻ അദ്വയൻ ആനന്ദപൂർണൻ സ്വരൂപാനുലേപകൻ. ഒന്നിനോടില്ല സംയോഗം അതിന് മറ്റൊന്നിനോടില്ല വിയോഗം ഒരിക്കലും. ആത്മനാമിങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനീ ശോകം കളക നീ വല്ലഭേ. ഞാനിനി ശ്രീരാമ ലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നിടുവൻ. അല്ലായിലോ രാമസായകാമേറ്റു കൈവല്യവും പ്രാപിപ്പനില്ലൊരു സംശയം. എന്നെ രാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നു കളഞ്ഞുടാൻ എന്നോടുകൂടവേ. പാവഗന്ധങ്ങൾ പതിച്ചു മരിക്ക നീ ഭാവനയോടുമെന്നാൽ ഗതി വരും. വ്യഗ്രിച്ചതു കേട്ടു മണ്ഡോദരിയും ദശഗ്രീവനോടു പറഞ്ഞാളതു നേരം. രാഘവനെ ജയിപ്പാനൊരുതാർക്കുമേ ലോകത്രയത്തിങ്കലെന്നു ധരിക്ക നീ. സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷതൻ നാരായണൻ രാമനായതും ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു ദയേ വൈവസ്വതാമനു തന്നെ രക്ഷിച്ചതും രാജീവലോചനൻ മുന്നാമൊരു ലക്ഷയോജന വിസ്തൃതമായൊരു കൂർമ്മമായി
ക്ഷീരാസമുദ്രാമഥനകാലേ പുരാഘോരമം മന്ദിരം ഭിക്ഷേധരിച്ചതും പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്നു തെന്നു മന്നിടം തേറ്റമേൽ വച്ചു പൊങ്ങിച്ചതും ഘോരനായൊരു ഹിരണ്യകശുപുതൻ മാറിടം കൈനഖം കൊണ്ടു പിളർന്നതും 3 അടി മണ്ണു ബലിയോട് യാചിച്ചു 3 ലോകവും 3 അടിയായി അളന്നതും ക്ഷത്രിയരായി പിറന്നോരസുരന്മാരെ യുദ്ധേ വധിപ്പതിനായി ജമദഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും പൃഥ്വിപതിയായ രാമാൻ ഇവൻ തന്നെ മാർത്താണ്ഡവം ഛേദ ശരദാപുത്രനായി ധാത്രീസുതാവതാരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലേ വന്നു പിറന്നതുമെന്നു ധരിക്ക നീ പുത്രാവിനാശം വരുത്തുവാനും മൃത്യുഭവിപ്പാനുമായി നീ അവനുടെ വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു വൃത നിർലജ്ജനാകയാൽ മൂഢജലപ്രഭോ വൈദേഹിയെ കൊടുത്തിടുക രാമനു സോദരനായി കൊണ്ടു രാജ്യവും നൽകുക രാമൻ കരുണാകരൻ പുനരത്രയും നാമിനി കാനനം വഴുക തപസ്സിനായി മണ്ഡോദരി വാക്കു കേട്ടൊരു രാവണൻ ചണ്ഡാപരാക്രമം ചൊന്നാനതു നേരം പുത്രമിത്രാമാത്യ സോദരന്മാരെയും മൃത്യു വരുത്തി ഞാൻ ഏകനായി കാനനെ ജീവിച്ചിരിക്കുന്നതു ഭംഗിയല്ലടോ ഭാവിച്ച വണ്ണം ഭവിക്കയില്ലൊന്നുമേ രാഘവൻ തന്നോട് എതിർത്തു യുദ്ധം ചെയ്തു വൈകുണ്ഠ രാജാമനുഭവിച്ചിടുവൻ ഇത്തം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പെട്ടു ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ മൂലാബലാദികൾ സങ്കരത്തിനു കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലേ ലങ്കാധിപന്നു സഹായമായി വേഗേന സംഖ്യയില്ലാതാ ചതുരംഗസേനയും 10 പടനായകന്മാരും ഒരുമിച്ചു 10 കഴുത്തനെ കൂപ്പി പുറപ്പെട്ടാൻ വാരിധി പോലെ പരന്നു വരുന്നതു മാരുതി മുൻപം കപികൾ കണ്ടെത്രയും വിധി മുഴുത്തു വാങ്ങിയിടുന്നതു കണ്ടു നീതിമാനാകിയ രാമനൻ ചൊല്ലിനൻ വീരരെ നിങ്ങളവരോട് മനം നടിച്ചു ചെന്നേൽക്കരുതാരുമേ ഞാനിവരോട് ചെയ്തൊടുക്കിയിടുവെന്നാനന്ദം ഉൾക്കൊണ്ടു കണ്ടുകൊള്ളുകേ വരും എന്നരുൾ ചെയ്തു നിശാചരാസേനയിൽ ചെന്നു ചാടിയിടിനാനേകനാമീശ്വരൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേണ ബാണജാലങ്ങൾ തൂകിയിടിനൻ എത്ര നിശാചരരുണ്ടു വന്നേറ്റതിൽ അത്ര രാമന്മാരുമുണ്ടായതുപോലെ രാമാമയമൈച്ചമഞ്ഞിതു സംഗ്രാമം ഭൂമിയുമെന്തൊരു വൈഭവമന്നേരം എന്നോട് തന്നെ പൊരുന്നിതു രാഘവാൻ എന്നു തോന്നി രജനീചരർക്കൊക്കവേ 12 നാഴിക നേരമൊരു പോലെയാവലിയോടു രഘുത്തമൻ അസ്ത്രം പരീക്ഷിച്ച നേരമാർക്കും തത്ര ചിത്തെ തിരിച്ചറിയായതില്ലേതുമേ വാസരാത്രി നിശാചര വാനരാമേദിനി വാരിധി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതു മേധുരന്മാരായ രാക്ഷസാവീരരും ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞിതു പോർക്കളം കാളിയും കൂളികളും ബന്ധങ്ങളും കാളാനിശീതിനിയും പിശാചങ്ങളും നായും നരിയും കഴുകങ്ങൾ കാകങ്ങൾ പോയും പെരുത്തു ഭയങ്കരമവണ്ണം രാമചാപത്തിന് മണീതന്നിനാദവും വ്യോമമാർഗേ തുടരെ കേട്ടു ദേവഗന്ധർഭയക്ഷാദി അപ്സരോ വൃന്ദവും ദേവാമുനീന്ദ്രനും നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാൽ ആകാശചാരികൾ ആനന്ദപൂർവകം 12 നാഴിക കൊണ്ടു നിശാചരർമേദിനി തന്നിൽ വീണിടിലാലൊക്കവേ മേഘത്തിനുള്ളിൽ നിന്നർക്ക ബിംബം പോലെ രാഘവൻ തന്നെയും കാണായിതന്നേരം ലക്ഷ്മണൻ താനും വിഭീഷണനും പുനാരർക്കതനയനും മരുതിപുത്രനും മറ്റുള്ള വാനരാവീരരും വന്ദിച്ചു ചുറ്റും നിറഞ്ഞിതു രാഘവാനം നേരം മർക്കട നായകന്മാരോടരുൾ ഇക്കണക്കെ യുദ്ധമാശു ചെയ്തിടുവാൻ നാരായണനും പരമേശ്വരനും ഒഴിഞ്ഞാരുമില്ലെന്നു കേൾപ്പുണ്ടു ഞാൻ മുന്നമേ രാക്ഷസാരാജ്യം മുഴുവനതു നേരം രാക്ഷസ സ്ത്രീകൾ മുറാവിളി കൂട്ടിനാൻ താതാ സഹോദര നന്ദന വല്ലഭ നാഥ നമുക്ക് അവലംബനമാരയ്യോ
വൃദ്ധയായേറ്റം വിരൂപയായുള്ളൊരു നക്തഞ്ചരാധിപ സോദരീ രാമനെ ശ്രദ്ധിച്ച കാരണമാപത്തിതൊക്കവേ വർദ്ധിച്ചു വന്നിതു മറ്റില്ല കാരണം. ശൂർപ്പണേകയ്ക്കെന്തു കുറ്റാമിതിൽ പരം പേപ്പരമാളല്ലയോ ദശകന്ധരൻ. ജാനകിയെ കൊതിച്ചാശുകുലം മുടിച്ചവനൊരു മൂഢൻ മഹാപാപി രാവണൻ. അർത്ഥപ്രഹാര മാത്രേണ ഖരാദിയെ യുദ്ധേ വിരോധിച്ചതും വൃത്താരിപുത്രനെ മൃത്യു വരുത്തി വാഴിച്ചു സുഗ്രീവനെ സത്വരം വാനരന്മാരെ അയച്ചതും മാരുതി വന്നിവിടെ ചെയ്ത കർമ്മവും വരാനിധിയിൽ ചിറ കെട്ടിക്കടന്നതും കണ്ടിരിക്കെ നന്നു തോന്നുന്നത് എത്രയുമുണ്ടോ വിചാരം കണ്ടിരിക്കെ നന്നു തോന്നുന്നത് എത്രയുമുണ്ടോ വിചാരം ആപത്തിങ്കലുണ്ടാവും. സിദ്ധമല്ലായെങ്കിൽ വിഭീഷണൻ ചൊല്ലിനാൻ മത്തനായെന്നതും ധിക്കരിച്ചിടിനാൻ. ഉത്തമന്നല്ല വിവേകി വിഭീഷണൻ സത്യവ്രതന്മേലി നന്നായി വരും അവൻ. നിജാനിവൻ കുലാദമൊക്കെ ആചരിച്ചാനിതൂതന്മരണത്തിനും നല്ല സുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ള മാത്യാജനത്തെയും എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടുതാൻ വല്ലായ്മ ചെയ്തതുമെല്ലാം മറന്നിതു. ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമര്യാദ മടക്കിയാൻ ഏറ്റവും നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ചു കാട്ടിലാക്കി ചമഞ്ഞിടിനാൻ കശ്മലൻ. അർത്ഥാമന്യായേന നിത്യമാർജിക്കയും മിത്രാജനത്തെ വെറുത്തു ചമയ്ക്കയും ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ എടുക്കയും പാരം ഗുരുജന ദ്വേഷവുമുണ്ടിവാനാരെയുമില്ല കൃപയും ഒരിക്കലും. ഈ മഹാപാപി ചെയ്തൊരു കർമ്മത്തിനാൽ നമ്മയും ദുഃഖിക്കുമാറാക്കിനാനിവൻ. ഇത്തംപുര സ്ത്രീജനത്തിൻ വിലാപങ്ങൾ നക്തഞ്ചരാധിപൻ കേട്ടു ദുഃഖാർത്ഥനായി. ശത്രുക്കളെ കൊന്നൊടുക്കുവാനിന്നിനി യുദ്ധത്തിനാശു പുറപ്പെടുകെങ്കിൽ നാം എന്നതു കേട്ടു വിരൂപാക്ഷനും അതിൻ മുന്നേ മഹോദരനും മഹാപാർശ്വനും ഉത്തരാഗോപുരത്തൂടെ പുറപ്പെട്ടു ശസ്ത്രങ്ങൾ തൂക്കിത്തുടങ്ങിനാനേവരും. ദുർനിമിത്തങ്ങളുണ്ടായതീനാദരിച്ചുന്നതനായ നിശാചര നായകൻ ഗോപുരാവാതിൽ പുറപ്പെട്ടു നിന്നിതു ചാപലാമെന്നിയെ വാനരാവീരരും. രക്ഷോവരന്മാരെ എതിർത്തരതു കണ്ടേറ്റം ഊക്കോടടുത്തു നിശാചരാവീരരും. സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിൽ ഉഗ്രമം വണ്ണം പൊരുതാനതു നേരം വാഹനാമാകിന വാരണാവീരനെ സാഹസം കൈക്കൊണ്ടു വാനരാരാജനും കൊന്നതു കണ്ടു വിരൂപാവിലോചനം ചെന്നിതു വാളും പരിചയും കൈക്കൊണ്ടു കുന്നുകൊണ്ടെറിഞ്ഞാൻ കവിരാജനും നന്നായിതെന്നു വിരൂപാക്ഷനുമത. വെട്ടിനാൻ വാനരാ നായക വക്ഷസി പുഷ്ടകോപത്തോടു മർക്കടരാജനും നെറ്റിമേലൊന്നടിച്ചാനതു കൊണ്ടവൻ തെറ്റെന്നു കാലാപുരം ബുക്കുമേവിനാൻ. തേരിലേറിക്കൊണ്ടടുത്താൻ മഹോദരൻ തേരും തകർത്തു സുഗ്രീവനെയും തഥാ മൃത്യുപുരത്തിനയച്ചതു കണ്ടതിക്രുദ്ധനായി വന്നെടുത്താൻ മഹാപാർശ്വനും. അങ്കദൻ കൊന്നാനവനെയും അന്നേരം പൊങ്ങും മിഴികളോടാശരാധീശനും ഓർമ്മതത്തോടും അടുത്തു കവികളെ താമസാസ്ത്രം കൊണ്ടു വീഴ്ത്തിനാനൊഴിയിൽ. രാമനു അസ്ത്രമെയ്തു തടുത്തിതു താമസാസ്ത്രത്തെയും അപ്പോൾ ദശാനനൻ ആസുരാമസ്ത്രമെയ്താനതു വന്നളാവ് ആതുരന്മാരായി ദാശു കവികളും. വാരണാസുകര കുക്കുട ക്രോഷ്ടക സാരമേയോരക സൈരഭാവായ സാവാനര സിംഹ രുരുവൃഗ കങ്കഗൃദ്ധാനൻ ആനനമയി വരൂ ആസുരാസ്ത്രാത്മകം. മുഗ്ധരാ ഭട്ടശക്തി പരാശ്വദ്ധ ഖഡ്ഡശൂല പ്രാസബാണായുധങ്ങളും രൂക്ഷമായി വന്നു പരന്നതു കണ്ടളവാഗ്നേയമസ്ത്ര എയ്താൻ മനോവീരനും. ചെങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളാദിത്യാഗ്നിയെ എന്നിത്തരം ജ്യോതിർമയങ്ങളായി ചെന്നു നിറഞ്ഞള വാസുരാമസ്ത്രവും പോയി മറഞ്ഞു ബലാത്.
അപ്പോൾ മയൻ കൊടുത്തോരു ദിവ്യാസ്ത്രമൽപേതരായുധം കാണായുധന്തികെ ഗന്ധർവമസ്ത്രം പ്രയോഗിച്ചതിനെയും ശാന്തമാക്കിയിടിനാൻ മാനവവീരനും സൗര്യാസ്ത്രമെയ്താൻ ദശാനനാനം നേരം ധൈര്യേണ രാഘവൻ പ്രത്യസ്തമെയ്തതും ഖണ്ഡിച്ച നേരം ഖണ്ഡലാവൈരിയും ചണ്ടകാരാംശു സമങ്ങളാം ബാണങ്ങൾ 10 കൊണ്ടെയ്തു മർമ്മങ്ങൾ ഭേദിച്ചള ഉത്തമ പുരുഷനാകിയ രാഘവൻ 100 ശരങ്ങളെ എയ്താനതുകൊണ്ടുടൽ കീറി മുറിഞ്ഞു ദശ നക്തഞ്ചരേന്ദ്രനും ലക്ഷ്മണാനേഴു ശരങ്ങളെ അലൂക്കൊടു തക്ഷണേ കേതു ഖണ്ഡിച്ചു വീഴ്ത്തിനാൻ 5 ശരാമേതു സൂതനെയും കൊന്നു ചഞ്ചലാഹീനം മുറിച്ചിതു ചാപവും അശ്വങ്ങളെ ഗത കൊണ്ടു വിഭീഷണൻ തച്ചു കൊന്നാനതു നേരം ദശാനനൻ പൂതലെ ചാടി വീണ അശുവേൽ കൊണ്ടതിക്രോധാൽ വിഭീഷണനെ പ്രയോഗിച്ചിതു ബാണങ്ങൾ മുന്നുകൊണ്ടെയ്തു 3 കൊണ്ടെയ്തു മുറിച്ചിതു വീണിതു 3 നിറങ്ങി മഹീതലെ അപ്പോൾ വിഭീഷണനെ കൊല്ലുമാർ അവൻ കൽപ്പിച്ചു മുന്നമ്മയം കൊടുത്തോരുവേൽ കൈക്കൊണ്ടു ചാട്ടുവാനോങ്ങിയ നേരത്തു ലക്ഷ്മണൻ ഉൽപ്പൊക്കു ബാണങ്ങളെയ്തിതു നക്തഞ്ചരാധിപൻ തന്നുടലൊക്കവേ രക്താമണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിനാൻ ലക്ഷ്മണൻ തന്നോടു നന്നു നീ എത്രയും രക്ഷിച്ചവാറു വിഭീഷണനെ തഥാ രക്ഷിക്ക് നന്നു നിന്നെ പുനരെന്നുടെ ശക്തി വരുന്നുണ്ട് കണ്ടാലും ഇന്നൊരു ശക്തനാകിൽ ഭവൻ ഖണ്ഡിക്കവേലിതും എന്നു പറഞ്ഞു വേഗേന ചാട്ടിയിടിനൻ ചെന്നു ധരിച്ചിതു മാറത്തു ശക്തിയും അസ്ത്രങ്ങൾ കൈക്കൊണ്ടു തടുക്കരുത് തഞ്ഞുടൻ വിസ്തസ്ത്രനായി തത്ര വീണു കുമാരനും വേൽകൊണ്ട് ലക്ഷ്മണൻ വീണതു കണ്ടുള്ളിൽ മൽകൊണ്ടു രാമനും നിന്നു വിഷണ്ണനായി രാത്രി ശക്തി പരിപ്പതിന്നാർക്കും കവികൾക്കു ശക്തി പോരഞ്ഞു രഘുകുലാനായകൻ തൃക്കൈകൾ കൊണ്ടു പിടിച്ചു പറിച്ചുട ഉൾക്കോപമോടെ മുറിച്ചെറിഞ്ഞിടിനാൻ മിത്രാതനയ സുഷേണ ജഗത്പ്രാണ പുത്രാദികളോടരുൾ ചെയ്തിതാതരാൽ ലക്ഷ്മണൻ തന്നെ ചിത്രവുമിരുന്നിനി രക്ഷിച്ചു കൊൾവിൻ വിഷാദിക്കരുതേതും ദുഃഖാസമയമില്ലിപ്പോൾ ഉഴറ്റോടു രക്ഷോവരനെ വധിക്കുന്നതുണ്ടു ഞാൻ കല്യാണം ഉൾക്കൊണ്ടു കണ്ടുകൊള്ളുവിൻ നിങ്ങളെല്ലാവരും ഇന്നു മത്കരാ കൗശലം ശക്രാത്മജനെ വധിച്ചതും വേഗത്തിൽ അർക്കാത്മജാതികളോടും ഒരുമിച്ചു വാരുതി തന്നിൽ ചിറ കെട്ടിക്കടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണ നിഗ്രഹ സാധ്യമായിട്ടിവൻ കേവലാമിപ്പോൾ അഭിമുഖനായതു രാവണനും രാഘവനും കൂടി മേവുക ഭൂമിയിലെന്നുള്ളതില്ലിനി രാത്രിഞ്ചരേന്ദ്രനെ കൊല്ലുവൻ നിർണയം മാർത്താണ്ഡവംശത്തിലുള്ളവനാകിൽ ഞാൻ സപ്തദീപങ്ങളും സപ്താംബുദികളും സപ്തജാലങ്ങളും സപ്താംബുദികൾ ഹരേ കൃഷ്ണ സപ്തദീപങ്ങളും സപ്താംബുദികളും സപ്തജാലങ്ങളും സൂര്യചന്ദ്രന്മാരും ആകാശഭൂമികൾ എന്നിവയുള്ള നാൾ പോകാതെ കീർത്തി വർദ്ധിക്കും വിപരീച്ചു ഞാൻ ആയോധനേ ദശാകണ്ഠനെ കൊൽവനോരായുധാപാണി എന്നാകിൽ നിസ്സംശയം ദേവാസുരോരകാചരണാതാപസാവരും കണ്ടറിയണം മമാബലം ജാനകീ ജീവനസ്മരണം. ഇഥാമരുൾ ചെയ്തു നക്തഞ്ചരേന്ദ്രനോടസ്ത്രങ്ങളെയ്തു യുദ്ധം തുടങ്ങിനാൻ. തത്സമം ബാണം നിശാചരാദീശനും ഉത്സാഹം ഉൾക്കൊണ്ടു തൂകി തുടങ്ങിനാൻ. രാഘവ രാവണന്മാർ തമ്മിൽ അന്യോന്യം മേഘങ്ങൾ മാരി ചൊരിയുന്നതുപോലെ ബാണാഗണം പൊഴിച്ചിടുന്നതു നേരം ഞാണൊലി കൊണ്ടു മുഴങ്ങി ജഗത്രയം. സോദരൻ വീണു കിടക്കുന്നതോർത്തുള്ളിലാധി മുഴുത്തു രഘുകുലാനായകൻ. താരേയതാതനവനോടരുൾ ചെയ്തു ധീരതയല്ല യുദ്ധത്തിനു എതും മമ. പൂതലേ വാഴിൽ നല്ലതല്ലെനിക്കിനി ഭ്രാതാവു തന്നോടുകൂടെ മരിപ്പതും. വിൽപ്പടിയും മുറുകുന്നതില്ലേതുമേ കേൾപ്പുമില്ലാതെ ചമഞ്ഞു നമുക്കിഹ. നിൽപ്പാനുമേതേ അരൂതു
നിൽപ്പാനുമേതൂ മരുതൂ മനസ്സിനും വിഭ്രമാമേറി വരുന്നിതു മേൽക്കുമേൽ ദുഷ്ടനെ കൊൽവാനുപായവും കണ്ടില്ല. നഷ്ടമായി വന്നിതു മാനവും മാനസേ ഏവാമരുൾ ചെയ്ത നേരം സുഷേണനും ദേവദേവൻ തന്നോടാശു ചൊല്ലിയിടിനൻ. ദേഹത്തിനേതും നിറം പകർന്നിലൊരു മോഹമത്രേ കുമാരനെന്നു നിർണയം. വക്രനേത്രങ്ങൾക്കുമേതും വികാരമില്ലത്തൽ തീർന്നിപ്പോൾ ഉണരും അവരജൻ എന്നുണർത്തിച്ച അനിലാത്മജൻ തന്നോട് പിന്നെ നിരൂപിച്ചു ചൊന്നാൻ സുഷേണനും. മുന്നക്കണക്കെ വശില്യാകരണീയാകുന്ന മരുന്നിന്നു കൊണ്ടുവന്നിടുക എന്നളാവേ ഹനുമാനും വിരവോടു ചെന്നു മരുന്നു കൊണ്ടുവന്നിടിനാൻ. നസ്യവും ചെയ്തു സുഷേണൻ കുമാരനാലസ്യവും തീർന്നതു തെളിഞ്ഞു വിളങ്ങിനാൻ. പിന്നെയും ഔഷധാശൈലം കബീവരൻ മുന്നാമിരുന്ന വണ്ണം തന്നെയാക്കിനാൻ. മന്നവൻ തന്നെ വണങ്ങിനാൻ തമ്പിയും നന്നായി മുറുകെ പുണർന്നിതു രാമനും. നിന്നുടെ പാരവശ്യം കാൺക കാരണം എന്നുടെ ധൈര്യവും പോയിതു മനസ്സേ എന്നതു കേട്ടുര ചെയ്തു കുമാരനും. ഒന്നു തിരു മനസ്സിങ്കൽ ഉണ്ടാകണം സത്യം പ്രബോധനന്മാരോട് ചെയ്തതും മിഥ്യമായി വന്നുകൂടാ നിർണയം. ത്രൈലോക്യ കണ്ടകനാൻ ഇവനെ കൊന്നു പാലിച്ചുകൊള്ളുക ജഗത്രയം വൈകാതെ. ലക്ഷ്മണൻ ചൊന്നതു കേട്ടു രഘുത്തമൻ രക്ഷോവരനോടെതിർത്താനതിദ്രുതം. തെരുവൊരുമിച്ചു വന്നു ദശാസ്യനും പോരിന്നു രാഘവനോടെതിർത്തിയിടിനാൻ. പാരിൽ നിന്ന് അക്ഷാകു വംശതിലകനും തേരിൽ നിന്നാശരാവംശാതിലകനും പോരതീ ഘോരമായി ചെയ്തോരു നേരത്തു പാരാമിളപ്പം രഘുത്തമാനുണ്ടെന്നു നാരദാനാദികൾ ചൊന്നതു കേൾക്കയാൽ പാരം വളർന്നൊരു സംഭ്രമത്തോടുടൻ ഇന്ദ്രനും മാതലിയോടു ചൊന്നാൻ മമ സ്യന്തനം കൊണ്ടേ കൊടുക്ക നീ വൈകാതെ. ശ്രീരാഘവന്നു ഹിതം വരുമാറു നീ തേരും തെളിച്ചു കൊടുക്കാമടിയാതെ. മാതിലീതനതു കേട്ടുടൻ തേരുമായി ഭൂതലം തന്നിലിഴഞ്ഞു ചൊല്ലിയിടിനൻ. രാവണനോടു സമരത്തിനിന്നു ഞാൻ ദേവേന്ദ്ര ശാസനയാ വിടകൊണ്ടിതു. തേരിലും അശൂകരേറുക പോരിനായി മാരുതാതുല്യ വേഗേന കടത്തുവൻ എന്നതു കേട്ടു രഥത്തെയും ബന്ധിച്ചു മന്നവൻ തേരിലമ്മാരുകറേറിനാൻ. തന്നോട് തുല്യനായി രാഘവനെ കണ്ടു പിന്നിലമ്മാറൊന്നു നോക്കി ദശാനനൻ. പേമഴ പോലെ ശരങ്ങൾ തൂക്കിയിടിനൻ രാമനും ഗന്ധർവ അസ്ത്രമെയ്തിടിനൻ. രാക്ഷസാമസ്ത്രം പ്രയോഗിച്ചതു നേരം രാക്ഷസാരാജനും രൂക്ഷമായത്രയും ക്രൂരനാഗങ്ങളാമസ്ത്രത്തെ മാറ്റുവാൻ ഗാരുഡാമസ്ത്രമെയ്തു രഘുനാഥനും മാതിലിയെയും. ദശാനനൻ ബാണങ്ങളെയ്തു കൊടിയും മറിച്ചു കളഞ്ഞിതു. വാജികൾക്ക് ശരാമേറ്റു പുനാ രാജിയും ഘോരമായി വന്നു രഘുവരൻ. കൈകാൽ തളർന്നു തട്ടി നിൽക്കും വിധോ കൈകശീനദനായ വിഭീഷണൻ ശോകാതിരേകം വളർന്നു നിന്നീടിനാൻ. ലോകരൂമേറ്റം വിഷാദം കലർന്നിതു. കാലാപുരത്തിന്നയപ്പേനിനി എന്നു ശൂലം പ്രയോഗിച്ച ദാശരാധീശനും അസ്ത്രങ്ങൾ കൊണ്ടു തടാപുറാഞ്ഞാർത്തുടൻ വൃത്രാരിതന്നുടെ തേരിയിലിരുന്നൊരു ശക്തിയെടുത്തയച്ചു രഘുനാഥനും. പത്തൂന്നുറങ്ങി വീണു തത്ര ശൂലവും നക്തേന്ദ്രനുടെ ദുരകങ്ങളെ ശസ്ത്രങ്ങൾ കൊണ്ടു മുറിച്ചിതു രാഘവൻ. സാരഥി തേരും തിരിച്ചടിച്ചാർത്തനായി പോരിയിലൊഴിച്ചു നിന്നിടിനാനന്നേരം. അകന്നൊരു നേരം തത്ര പൗലസ്ത്യനും ദൂതനോടു ചൊല്ലിയിടിനാൻ. എന്തിനായിക്കൊണ്ടു നീ പിന്തിരിഞ്ഞു ബലാൽ അന്ധനായി ഞാൻ എത്ര ദുർബലനാകയോ. കൂടലരോടെതിർത്താൽ ഞാൻ ഒരുത്തനോടോടി ഒളിച്ചവാർ എന്നു കണ്ടു ഭവാൻ. നീയില്ല സൂതാൻ എനിക്ക് നീ രാമനു നീയതീ ബാന്ധവാൻ എന്നറിഞ്ഞേനഹം. ഇത്തം നിശാചരാധീശൻ പറഞ്ഞതീനുത്തരം സാരഥി സത്വരം ചൊല്ലിനാൻ.
രാമനെ സ്നേഹമുണ്ടായിട്ടല്ല മത്സ്വാമിയെ ദേശവുമുണ്ടായിട്ടുമല്ലമേ. രാമനോടേറ്റു പൊരുതി നിൽക്കുന്നേരമാമയം പൂണ്ടു തളർന്നതു കണ്ടു ഞാൻ. സ്നേഹം ഭവാനെ കുറിച്ചേറ്റമാകയാൽ മോഹാമകലുവോളം പോർക്കളം വേറിട്ടു. ദൂരെ നിന്നാലസ്യമെല്ലാം കളഞ്ഞിനി പോരിനടുക്കേണമെന്നു കൽപ്പിച്ചിട്ടേ. സാരഥി താനറിയണം മഹാരഥന്മാരുടെ സാധവും വാജികൾ സാധവും. വൈരികൾക്കുള്ള ജയാകാലവും പോരിൽ നിമ്നോന്നത ദേശവിശേഷവും. എല്ലാം അറിഞ്ഞു രഥം നടത്തുന്നവനല്ലോ നിപുണനായുള്ള സൂതൻ പ്രഭോ എന്നതു കേട്ടു തെളിഞ്ഞ ധാരാവണൻ ഒന്നു പുണർന്നൊരു കൈവളയും കൊടുത്ത് ഇന്നിനി തേരെടുത്താശു കൂട്ടിയിടുക പിന്നോക്കമില്ലിനി ഒന്നുകൊണ്ടുമെടോ. ഇന്നൊടു നാളെയോടൊന്നു തിരിഞ്ഞിടും മന്നവാനുള്ള പോരെന്നറിയുക നീ. സൂതനും രതിവേഗേന കൂട്ടിനാൻ ക്രോധം മുഴുത്തങ്ങടുത്തു രാമനും. തങ്ങളിലേറ്റാമണഞ്ഞു പൊരുതള വങ്ങുമിങ്ങും നിറയുന്നു ശരങ്ങളാൽ. അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരം അങ്ങനെയെന്ന അറിഞ്ഞില്ല അഗസ്ത്യന്തത. രാഘവൻ തേരിയിലിറങ്ങി നിന്നിടിനാൻ ആകാശദേശൽ പ്രഭാകര സന്നിപൻ വന്ദിച്ചു നിന്നു. ദശാകുലാനാഥനാനന്ദാമി എന്നരുൾ ചെയ്താനഗസ്ത്യനും. അഭ്യുദയം നിനക്കാശു വരുത്തുവാൻ ഇപ്പോഴിവിടേക്കു വന്നതു ഞാനിടോ. താപത്രയവും വിഷാദവും തീർന്നു പോം. ആപത്തു മറ്റുള്ളവയും അകന്നു പോം. ശത്രുനാശം വരും രോഗാവിനാശനം വർദ്ധിക്കുമായസ്സും സങ്കീർത്തിവർദ്ധനം. നിത്യമാദിത്യ ഹൃദയമാം മന്ത്രമീത് ഉത്തമാമെത്രയും ഭക്തിയാ ജപിക്കടോ. ദേവാസുരഗണ ചാരണ കിന്നരാ താപസാ ഗുഹ്യകായക്ഷരക്ഷോഭൂത കിംപുരുഷപ്സരാ മാനുഷാദ്യന്മാരും സമ്പ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും. ദേവകളാകുന്നതാ ആദിത്യനാകിയ ദേവനത്രേ 14 ലോകങ്ങളും രക്ഷിപ്പതും നിജാരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതും അവൻ കൽപ്പകാലന്തമേ. ബ്രഹ്മനും വിഷ്ണുവും ശ്രീമഹാദേവനും ഷൺമുഖന്താനും പ്രജാപതി വൃന്ദവും ശക്രനും വൈശ്വാനരും കൃതാന്തനും രക്ഷോവരനും വരുണനും വായുവും യക്ഷാധിപനും ഈശാനും ചന്ദ്രനും നക്ഷത്രജാലവും ദിക്കരി വൃന്ദവും വാരണാവക്തനും ആര്യനും മാരനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വനീ പുത്രരും അഷ്ടാവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാപിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരും ഉരക സമൂഹവും ഹരേ കൃഷ്ണ വാരമാസാത്തു സംവത്സര കൽപ്പാധികാരകനായതും സൂര്യാനിവൻ തന്നെ. വാരമാസാത്തു സംവത്സര കൽപ്പാധികാരകനായതും സൂര്യദേവൻ തന്നെ. വേദാന്തവേദ്യനം വേദാത്മകനിവൻ വേദാർത്ഥ വിഗ്രഹൻ വേദജ്ഞസേവിതൻ പുഷാവിഭാകരൻ മിത്രൻ പ്രഭാകരൻ ദോഷാകരാത്മജൻ ദുഷ്ടാദിനാകരൻ ഭാസ്കരൻ അഹസ്കരൻ ഈശ്വരൻ സാക്ഷി സവിത സമസ്തലോകേക്ഷണൻ ഭാസ്വാൻ വിവസ്വൻ നപസ്വൻ ഗപസ്തിമാൻ ശാശ്വതൻ ശരണ്യൻ ശരണതൻ ലോകശിശിരാദി ഘോരാതിമീരാദി ശോകാപഹാരി ലോകാലോക വിഗ്രഹൻ ഭാനു ഹിരണ്യഗർഭൻ ഹിരണ്യേന്ദ്രിയൻ ദാനപ്രിയൻ സഹസ്രാംശു സനാതനൻ സപ്താർജൻ അർജുനാശ്വൻ സഹലേശ്വരൻ സുപ്തജനാവബോധപ്രദൻ മംഗളൻ
ആദിത്യനർക്കൻ അരുണൻ അനന്തകൻ ജ്യോതിർമയൻ തപനൻ സവിതാരവി വിഷ്ണു വികർത്തനൻ മാർത്താണ്ഡവംശുമാൻ ഉഷ്ണാകിരണൻ മിഹീരൻ വിരോചനൻ പ്രത്യോദനൻ പരൻ ഉദ്യോധനദ്വയൻ വിദ്യാവിനോദൻ വിഭാവസു വിശ്വസൃഷ്ടിസ്ഥിതി സംഹാരകാരണൻ വിശ്വവന്ദ്യൻ വിശ്വരൂപൻ വിഭു വിശ്വാഭിഭാനവൻ വിശ്വൈകനായകൻ വിശ്വാസഭക്തിയുക്തനാം ഗതിപ്രദൻ ചണ്ഡാകിരണൻ തരാണി ദിനാമണി പുണ്ടരീക പ്രബോധപ്രദൻ രമ്യദ്വാദശാത്മാ പരമാത്മാ പരാപരൻ ആതിഥേയൻ ജഗദാദിഭൂതൻ ശിവൻ ഖേദാവിനാശനൻ കേവലാത്മാ ബിന്ദുനാഥാത്മകൻ നാരദാദീനിഷേവിതൻ ജ്ഞാനസ്വരൂപൻ അജ്ഞാനവിനാശനൻ ധ്യാനിച്ചു കൊള്ളുക നീ നിത്യമിദ്ദേവനെ സന്തതം ഭക്തിയാ നമസ്കരിച്ചിടുക. ജാനകീ ജീവനസ്മരണം ജയ രാമ ഹരേ രാമ ഇരുന്നോളും മോളെ കസാര ഇട്ടിട്ട് തുറക്കണവരെ ഇരുന്നോളും കസാര ഇട്ടിട്ട്. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. രാവണൻ്റെ ഹോമവിഘ്നം മുതലായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തത്. അപ്പോൾ രാവണൻ എന്തായാലും ഇനി ഞാൻ തന്നെ രാമനോടേറ്റ് രാമനെ വധിക്കാൻ പോവുകയാണ് എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ശുക്രാചാര്യരെ ചെന്നിട്ട് പറഞ്ഞു, ആ സുഗ്രീവാദികളായിട്ടുള്ള വാനരന്മാരൊക്കെ ശ്രീരാമനും ചേർന്നിട്ട് രാക്ഷസന്മാരെയൊക്കെ വധിച്ചു, ഒറ്റയ്ക്ക് ദുഃഖിച്ച് കഴിയേണ്ട സ്ഥിതിയിലായി, ഇനി ഇതിൽ എന്തെങ്കിലും എന്നെ രക്ഷിക്കാനായിട്ടൊരു ഉപദേശം നൽകണം എന്ന് പറഞ്ഞു. ഇവിടെ ഒരുപാട് പേര് ഉപദേശം നൽകുന്നുണ്ട് രാവണന്. രാവണനോട് പറയും സീതയെ കൊണ്ടുകൊടുക്കൂ, രാമനെ ആശ്രയിക്കൂ, രാമനെ എത്ര ദുഷ്ടനായാലും ആശ്രയിച്ചു കഴിഞ്ഞാൽ രാമൻ കൈവിടില്ല, അപ്പോൾ നമ്മൾ ചെയ്ത തെറ്റൊക്കെ ക്ഷമിക്കാൻ ഭഗവാനെ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ ഇത് കേട്ട ഉടനെ ഇവിടെ ശുക്രമഹർഷി എന്താ പറഞ്ഞത്, എന്നാൽ ശരി, ആ ദേവതമാരെയൊക്കെ പ്രസാദിച്ച് ഒരു ഗുഹയുണ്ടാക്കിയിട്ട് രഹസ്യമായ സ്ഥലത്തിരുന്ന് ഹോമം ചെയ്തു കഴിഞ്ഞാൽ ആ ഹോമകുണ്ഡത്തിൽ നിന്ന് കിട്ടുന്ന ശരങ്ങൾ, അതുപോലെ രഥങ്ങൾ, ആവനാഴി, വില്ല്, കുതിരയൊക്കെ കിട്ടും. അപ്പോൾ അതോടുകൂടിയിട്ട് പോയി യുദ്ധം ചെയ്താൽ നിനക്ക് ഒരിക്കലും തോൽവി ഉണ്ടാവില്ല, ശത്രുക്കളെ വധിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരിക്കലും പറഞ്ഞില്ല സീതയെ കൊണ്ടു കൊടുക്കാൻ. കാരണം ഗുരുനാഥന്മാർക്കറിയാം ആരോട് എന്തൊക്കെ പറഞ്ഞാലാണ് ഫലം ഉണ്ടാവുക, എന്താണ് അതിൻ്റെ ഗുണം എന്നൊക്കെ, എന്താണ് ഇനി സംഭവിക്കാൻ പോണതെന്നും അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ രാവണനെ ഇനി ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല, സംഭവിക്കാനിരിക്കുന്നത് എന്താണെന്നൊക്കെ അറിയുന്ന ആ ഗുരുനാഥൻ അദ്ദേഹത്തിന് വേറെ ഒരു ഉപദേശവും കൊടുത്തില്ലേ. ബാക്കിയുള്ളവരൊക്കെ ഉപദേശിച്ചുല്ലേ, എല്ലാ ദിക്കിലും ആരെ ചെന്ന് ആശ്രയിക്കുമ്പോഴും അവരൊക്കെ ഉപദേശിക്കുക ചെയ്യണേ, ഇവിടെ മാത്രമില്ല. അപ്പോൾ ആ ചിട്ടപ്രകാരം ഹോമം നടത്തി കഴിഞ്ഞാൽ നിനക്ക് വിജയം കൈവരിക്കാൻ കഴിയും എന്ന് പറഞ്ഞു. അങ്ങനെ ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിലൊരു പാതാളം പോലെ ഒരു ഗുഹ ഉണ്ടാക്കിയിട്ട് അവിടെ ആ ഹോമം തുടങ്ങുകയാണ്. അപ്പം അങ്ങനെയുള്ള ആ എല്ലാ വാതിലുകളൊക്കെ അടച്ച് ഭദ്രമാക്കിയിട്ട് ഹോമം തുടങ്ങി. പക്ഷേ എത്ര ആരും അറിയരുത് വെച്ചിട്ട് ചെയ്താലും അഗ്നിയിലുള്ള ഹോമമാണ് അവിടെ ചെയ്യണത്. അവിടുന്ന് പുക പുറത്തേക്ക് ഇങ്ങനെ വരണത് കാണാം അല്ലേ, എവിടെയായാലും പുക കണ്ടാൽ അറിയാം അവിടെ തീയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ പുക ആകാശത്തേക്ക് ഉയരണ കണ്ടപ്പോൾ വിഭീഷണൻ പറഞ്ഞു ശ്രീരാമസ്വാമിയോട്, ശ്രീരാമചന്ദ്രപ്രഭോ ഇതാ കണ്ടോ, പുക ഉയരണ കണ്ടോ, അവിടെ ഹോമം നടക്കുകയാണ്, അത് പൂർത്തിയായി കഴിഞ്ഞാൽ ആ രാവണനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് ആ ഹോമം വിഘ്നം ചെയ്യണമെന്ന് പറയും. അങ്ങനെ ആ ശ്രീരാമൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട് സുഗ്രീവനും ഹനുമാനും മറ്റുള്ള വാനരന്മാരും കൂടി ചെന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടെ വേറെ ഒന്നും ചെയ്യില്ല, അവിടെയുള്ള രാക്ഷസന്മാരെയൊക്കെ വധിച്ചിട്ട് മണ്ഡോദരിയെ പിടിച്ച് ഉപദ്രവിക്കാൻ തുടങ്ങും. പക്ഷേ ആ ദൃഢതയോട് കൂടിയിട്ട് അവിടെ നടക്കണതൊന്നും അറിയാണ്ട് അത്രയും ദൃഢമായ
ഇതൊന്നും അറിയാണ്ട് ഏകാഗ്രചിത്തനായിട്ട് ആ ധ്യാനം ചെയ്യുന്ന ജയം വേണം എന്നുള്ള അതേ ലക്ഷ്യത്തോടു കൂടിയിട്ട് അത്രയും ഉറച്ച് ധ്യാനം ചെയ്യുമ്പോൾ മണ്ഡോദരിയെ ഉപദ്രവിക്കാൻ തുടങ്ങും. ആദ്യം രാവണനെ തന്നെ കുറേ ഉപദ്രവിച്ച് നോക്കും, പക്ഷേ ശരീരത്തിനേറ്റതൊന്നും രാവണൻ അറിയണില്ല. കരിങ്കല്ല് പോലെയാണ് ഇരിക്കുന്നത്, അത്രയും ധ്യാനത്തിൽ മുറുകിയിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഇതിനു മുമ്പൊക്കെ പറയുന്നുണ്ട്, തപസ് ചെയ്യുമ്പോൾ ധ്രുവൻ്റെ കഥയൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ധ്രുവൻ തപസ് ചെയ്യാൻ പോയപ്പോൾ ഇവിടെ ധ്രുവൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ദുഃഖിച്ചപ്പോൾ നാരദ മഹർഷി വന്നിട്ട് പറഞ്ഞു, അരുത്, കാരണം നമ്മൾ സ്നേഹിക്കുന്നവരുടെ മനസ്സ് അചഞ്ചലമായി കഴിഞ്ഞാൽ തപസ്സിനും അചഞ്ചലത കൈവരും. അപ്പോൾ അതുകൊണ്ട് ആ തപസ് വേണ്ടതുപോലെ ആവാൻ നിങ്ങളിവിടെ ഇരുന്ന് ഈശ്വരനെ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അവനെ രക്ഷിക്കാൻ ഈശ്വരനുണ്ട്, തപസ് പൂർത്തിയാക്കിയിട്ടേ തിരിച്ചു വരുള്ളൂ. പക്ഷേ നിങ്ങളെവിടെ ഇരുന്ന് ഇങ്ങനെ വിഷമിച്ചാൽ, അപ്പം നമ്മളിത് പറയാറുണ്ടല്ലേ, നമ്മുടെ കുട്ടികളൊക്കെ എവിടെയെങ്കിലും പോയാൽ ഒരിക്കലും അതിനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ട് വീട്ടിലിരുന്ന് വിഷമിക്കരുത്. ശരിയാവുമോ ശരിയാവോ, പോയ കാര്യം എന്താവുമോ, വിഷമം വരികയാവോ, അങ്ങനെ വിചാരിക്കാനേ പാടില്ല. പോയതൊക്കെ വേണ്ടതുപോലെ അവൻ്റെ അതുപോലെ അത് വന്നു ചേരും, അല്ലെങ്കിൽ അവൾക്ക് അനുഭവയോഗം പോലെ അത് വന്നു ചേരും. അത് നന്നായി വരണം എന്നുള്ള പ്രാർത്ഥന മാത്രമേ പാടുള്ളൂ. നമ്മുടെ മനസ്സ് അചഞ്ചലാവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രയോഗം ഇവിടെ എന്താണ്, ആ പത്നിയുടെ മനസ്സ് അചഞ്ചലായാൽ അത് ഭർത്താവിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മണ്ഡോദരിയെ പിടിച്ചത്. അപ്പോൾ മണ്ഡോദരി ഉറക്കെ ഓരോന്നും പറഞ്ഞിങ്ങനെ കരഞ്ഞു. എല്ലാവരും വാനരന്മാർ വന്നിട്ട് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കേണ്ട കാണുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഉറക്കെ കരയാണ്. അപ്പോൾ ഈ കുരങ്ങന്മാരുടെ തല്ലുകൊള്ളാൻ ഞാൻ എന്താണ് ചെയ്തത്? എല്ലാവരും മരിച്ചു, മക്കളും മരിച്ചു, എല്ലാവരും മരിച്ചു. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ധ്യാനം? സ്വന്തം ശരീരത്തിന് മാത്രമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള പറഞ്ഞ് കരയണ കേട്ടപ്പോൾ അതുവരെ ആ ദൃഢമായിരുന്ന ആ രാവണന് ഇരിക്കാൻ പറ്റാണ്ടായി. രാവണൻ അവിടുന്ന് ആ ധ്യാനത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റതോടുകൂടി ആർത്ത് വിളിച്ചിട്ട് ആ വാനരന്മാരൊക്കെ തിരിച്ചുപോയി. അവർക്ക് അത്രേ വേണ്ടിയുള്ളൂ, ഹോമവിഘ്നം വരുത്തണം എന്ന് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ അത് കേട്ടപ്പോൾ രാവണൻ എന്തായാലും അവിടുന്ന് യുദ്ധത്തിന് പോകാൻ തീരുമാനിച്ച സമയത്ത് ഇത് മണ്ഡോദരിയോട് പറയാണ്, ഇതൊക്കെ ജനിച്ചാൽ മരിക്കുക എന്നുള്ളതൊക്കെ ഈശ്വര കൽപ്പിതമാണ്, അതനുഭവിച്ചേ പറ്റുള്ളൂ. എൻ്റെ വിധി ഇങ്ങനെയൊക്കെയാണ് മുമ്പേ കൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ വന്നു ചേരുകയാണ്. അപ്പോൾ അതുകൊണ്ട് നീ ദുഃഖം ഉപേക്ഷിക്കണം, അജ്ഞാനത്തിൽ നിന്നാണ് ദുഃഖം ഉണ്ടാവണതെന്ന് പറഞ്ഞ് മനോഹരമായിട്ട് അറിവുള്ള ആളാണ്. ആ അറിവിനെ മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ശരീരം നശ്വരമായ വസ്തുക്കളിൽ നിന്നുണ്ടാവുന്നതാണ് ശരീരം, അത് അതിലേക്ക് തന്നെ ചേരുകയാണ് ചെയ്യണത്. പുത്രൻ ഭാര്യ ബന്ധങ്ങൾ എന്നുള്ളത് ഒക്കെ ശരീര നിമിത്തം ഉണ്ടാവുന്ന ദുഃഖങ്ങളാണ്, അതൊക്കെ ആത്മാവിന് സംസാര ബന്ധനം ഉണ്ടാക്കേണ്ടത് അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ഉപദേശം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാനിതാ അവിടെ ചെന്ന് രാമലക്ഷ്മണന്മാരെയൊക്കെ വധിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, രാമസഹായകമേറ്റിട്ട് ഞാൻ മോക്ഷം പ്രാപിക്കും. ഇത് രണ്ടും ഏതാണെന്നാണ് സംഭവിക്കാൻ. ഇത് രണ്ടായാലും നീ ദുഃഖിക്കാണ്ട് സന്തോഷത്തോടു കൂടിയിട്ട് ഇരിക്കുക. എന്നാലും ആ ആസുരിക ഇത്രയൊക്കെ ഉണ്ടായിട്ട് ആ ആസുരിക ബുദ്ധി പ്രവർത്തിച്ചത് നോക്കൂ. അഥവാ ഞാനാണ് മരിക്കണതെന്ന് വെച്ചാൽ നീ എന്ത് ചെയ്യണം, ആ സീതയെ വധിച്ചിട്ട് എൻ്റെ അഗ്നിപ്രവേശം ചെയ്തിട്ട് എന്നോട് കൂടെ ചേരാൻ. അങ്ങനെയാണ് പറയാം. അവസാന നേരത്തും നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തത് മറ്റുള്ളവരും അനുഭവിക്കരുത് എന്നുള്ളൊരു ബുദ്ധി ഉണ്ടല്ലോ, അതൊക്കെയാണ് രാക്ഷസ ബുദ്ധി എന്ന് പറഞ്ഞാൽ. എനിക്ക് പറ്റിയില്ലെങ്കിൽ മറ്റുള്ളവർക്കും വേണ്ട. ഈ അടുത്ത കാലത്ത് തന്നെ ഒരു കഥയല്ല കേട്ടോ, ഉണ്ടായ സംഭവമാണ് ഉണ്ടായിരുന്നു. അതായത് ഒരു വീട്ടുകാർ ധാരാളം കൃഷിയൊക്കെ ചെയ്യണവർ വാഴ അതുപോലെ മറ്റേ ജാതിയുടെ കുറേ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല കൃഷിയൊക്കെ ചെയ്തു. എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ അവർ അത് ചെയ്തു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കൂട്ടുകുടുംബമാണ്, ഇതൊക്കെ ഇവർക്കാണ് അവസാനം ഇവർക്കാണ് ഇത് കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് അവർ ഗംഭീരമായിട്ട് പറമ്പിലൊക്കെ ചെയ്തു. പക്ഷേ അവസാനം ഭാഗം വച്ചപ്പോൾ അത് അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞ് ഭാഗം വച്ചവർക്ക് ആ സ്ഥലം കിട്ടിയില്ല. അവർക്ക് അത് എന്ന് വന്നപ്പോൾ ഇവർക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. കൊലയ്ക്കാറായിട്ട് ചിലതൊക്കെ കൊലച്ചു തുടങ്ങി വാഴ. ഈ വാഴ മുഴുവനും മുച്ചൂട് അങ്ങോട്ട് വെട്ടിക്കളഞ്ഞ് അതുപോലെ നിറച്ച് കായ്കളുണ്ടായി നിൽക്കണ ആ ജാതിക്കേടതൊക്കെ വെട്ടിക്കളഞ്ഞിട്ടാണ് അവർ പോയത്. എനിക്ക് അനുഭവിക്കാൻ പറ്റില്ലെങ്കിൽ മറ്റുള്ളവരും അനുഭവിക്കേണ്ടതാണ്. ഇത് തന്നെയല്ലേ രാവണ ബുദ്ധി എന്ന് പറയണത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണതല്ലേ. അത് ഓരോന്നും ഇവിടെ ഓരോ മണി നെല്ലിലും ഓരോരുത്തരുടെ പേര് എഴുതി വെച്ചിട്ടെന്ന് പറയും. നമുക്ക് അർഹതയുള്ളത് മാത്രമേ നമ്മളേക്ക് വന്ന് ചേരുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വന്ന് ചേരില്ല. എന്തുണ്ടെങ്കിലും നമ്മൾ വേണ്ടാന്ന് വെച്ചാലും നമുക്ക് അർഹതയുള്ളത് നമുക്ക് വന്ന് ചേരും.
അല്ലെങ്കിൽ എത്ര പരിശ്രമിച്ചാലും നമുക്ക് അർഹതയില്ലാത്തത് നമുക്ക് വന്ന് ചേരില്ല. അപ്പോൾ ഇതുപോലെയുള്ള ആസുരിക ബുദ്ധികളാണ് രാവണൻ ചെയ്യണ പ്രവൃത്തികളൊക്കെ. നമ്മളിതൊക്കെ പറയുമ്പോൾ തോന്നും ഇതൊക്കെ കഥയാന്ന് തോന്നും. പക്ഷേ ജീവിതത്തിനോട് കൂടിയിട്ട് ബന്ധിപ്പിച്ച് ചിന്തിച്ച് നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്രയും ആർക്കെങ്കിലും തോന്നും സ്വന്തം മക്കളെ വളർത്തിക്കൊണ്ടുവന്നുണ്ടാക്കിയിട്ട് ആ മക്കളെ മറ്റുള്ളവർക്ക് ഇത് പറയില്ലേ, അതുകൊണ്ടല്ലോ അങ്ങനെയും നമ്മൾ കാണില്ലേ. മക്കളെ വളർത്തിക്കൊണ്ടുവന്നുണ്ടാക്കി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അമ്മമാർക്ക് തോന്നുക മരുമക്കളോടാണ് കൂടുതൽ സ്നേഹം ഈ മകനെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെയും അവരുടെ ആ ജീവിതത്തിലും കത്തി വയ്ക്കണ എത്രയോ പേരുണ്ട്, അവരുടെ ജീവിതം നശിപ്പിക്കണ എത്രയോ പേരുണ്ട്. സ്വന്തം മക്കളാണ് പറയുമ്പോൾ സ്വന്തം മകനാണ്. നമ്മുടെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്നല്ലേ വിചാരിക്കണ്ടേ. ഇതുപോലൊരു ഭാര്യയായിട്ട് വന്ന ആളാണ് ഞാനും എന്നുള്ളതൊക്കെ അവർ മറന്നു പോയിട്ടാണ് ആ ഭാര്യയുടെ പദവി മറന്നിട്ട് ആ അമ്മ എൻ്റെ മോനുള്ള ആ ഒരു ഭാവം വന്നപ്പോൾ അവിടെയും ഇതുപോലെയാണ്. അവരുടെ ജീവിതം എത്രയോ ജീവിതങ്ങൾ തകർത്ത് കളയണ എത്ര പേരുണ്ട്. അതിനുവേണ്ടി വക്കാളം പരസ്പരം അടി വെട്ട് കുത്തൊക്കെ ഉണ്ടാക്കി തീർക്കണില്ലേ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. എനിക്ക് അനുഭവിക്കാൻ സാധിക്കാത്തത് മറ്റുള്ളവരും അനുഭവിക്കരുതെന്നുള്ളൊരു രാക്ഷസ ബുദ്ധിയാണ് ഇവിടെ കാണിക്കുന്നത്. അവസാനം നിമിഷം അതുകൂടി പറയണം. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ മണ്ഡോദരി പറഞ്ഞു, ആ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ജയിക്കാൻ ആർക്കും കഴിയില്ല. ആ ശ്രീരാമൻ ആരാന്നറിയോ? ശ്രീരാമനാണ് മത്സ്യമായിട്ട് അവതരിച്ച് വന്നിട്ട് വൈവസ്വത മനുവിനെ രക്ഷിച്ചത്. പിന്നെ ആമയായിട്ട് വന്നിട്ട് പാൽക്കടൽ കടയണ സമയത്ത് ആ മന്ദരപർവ്വതത്തെ ഉയർത്തിയതും ആ ശ്രീരാമൻ തന്നെയാണ്. പിന്നെ വരാഹമായിട്ട് വന്നിട്ട് ആ ഭൂമിയെ ഹിരണ്യാക്ഷനെ വധിച്ചിട്ട് ഭൂമിയെ ഉയർത്തിക്കൊണ്ടെന്ന് വന്ന ഭഗവാനാണ്. പിന്നെ ഹിരണ്യകശിപുവിനെ നരസിംഹമായിട്ട് വന്ന് വധിച്ചതും ആ ഭഗവാനാണ്. വാമനനായിട്ട് വന്ന് 3 അടി കൊണ്ട് 3 ലോകവും അളന്നിട്ട് ആ ബലിയിൽ നിന്ന് ആ 3 ലോകവും മേടിച്ചതും ആ ഭഗവാൻ തന്നെയാണ്. അതുപോലെ 28 പ്രാവശ്യം ഭൂമിയിലുള്ള അസുരന്മാർ ക്ഷത്രിയന്മാരായിട്ട് വന്നിട്ട് ആസുരിക ഭാവമുള്ള ക്ഷത്രിയന്മാരെയൊക്കെ വധിച്ചതും രാമൻ എന്ന പേരോട് കൂടിയിട്ട് ഈ ശ്രീരാമചന്ദ്ര പ്രഭു തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ജയിക്കാനൊന്നും പറ്റില്ല, അത് സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അപ്പോൾ മക്കളെ വധിക്കാനും സ്വയം മരണം ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് നീ ആ രാമൻ്റെ ഭാര്യയെ മോഷ്ടിച്ച് കൊണ്ടുവന്നത് എന്നെല്ലാം പറഞ്ഞു. അതുകൊണ്ട് ഇനിയെങ്കിലും ആ രാമൻ ആ പത്നിയൊക്കെ ചെയ്തതൊക്കെ പോട്ടെ, എത്ര അവസാന നിമിഷമെങ്കിലും ആ തെറ്റ് തിരിച്ചറിഞ്ഞിട്ട് സീതയെ കൊടുത്തിട്ട് ആ വിഭീഷണന് രാജ്യം ഏൽപ്പിച്ചിട്ട് രാജ്യം നിലനിൽക്കട്ടെ, രാജ്യം ഏൽപ്പിച്ചിട്ട് കാട്ടിൽ പോയി തപസ് ചെയ്യാൻ നമുക്ക് 2 പേർക്കും കൂടിയെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പുത്രന്മാരും ബന്ധുക്കളും സഹോദരന്മാരും എല്ലാവരും മരിച്ചു. എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ 2 ആളും മാത്രം കാട്ടിൽ പോയി ജീവിച്ചിട്ട് എന്താ കാര്യം? അത് നടക്കില്ല. ഒന്നിലോ ഞാൻ ശ്രീരാമനെ തോൽപ്പിക്കും, അല്ലെങ്കിൽ ശ്രീരാമനോട് പോരാടിയിട്ട് വൈകുണ്ഠ രാജ്യത്തെ പ്രാപിക്കും എന്ന് പറഞ്ഞത് ആ യുദ്ധത്തിന് പോണു. പിന്നെ ഗംഭീരമായിട്ടുള്ള രാമരാവണ യുദ്ധം എന്ന് കേട്ടിട്ടില്ലേ? അതന്നെ അത്രയും ഇതാണ്. അപ്പോൾ വാനരന്മാരോടൊക്കെ പറയണു, നിങ്ങൾ ഈ യുദ്ധത്തിനൊന്നും ഇറങ്ങി പുറപ്പെടേണ്ട, ഇവിടെ ഞാൻ മാത്രം മതി എന്ന് പറഞ്ഞതാ. നിങ്ങളൊക്കെ നിന്നോളൂ, ഞാൻ മുന്നിൽ നിൽക്കാമെന്ന് പറഞ്ഞതാ. അതിഗംഭീരമായ യുദ്ധം, പല വിധത്തിലുള്ള അസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നതും അതിനെ പറ്റിയിട്ടൊക്കെയാണ് പറയണത്. അങ്ങനെ 12 നാഴിക നേരം കൊണ്ട് രാക്ഷസന്മാരെല്ലാവരും ഭഗവാൻ വധിച്ചതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ പറയണു. അതിൻ്റെ ഇടയ്ക്ക് യുദ്ധത്തിനിടയ്ക്ക് ഈ ലക്ഷ്മണൻ്റെ ശരീരത്തിലേക്ക് അയക്കണ ആ വേലയേറ്റിട്ട് ലക്ഷ്മണൻ മരിച്ചു വീഴുകയാണ്. വേലേറ്റ് മരിച്ചു വീഴുകയാണല്ലോ, മഹാത്സ്യപ്പെട്ട് വീണു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ രാമനാകെ വിഷമായി. അപ്പോഴേക്കും വേഗം പോയിട്ട് ആദ്യം മൃതസഞ്ജീവനി കൊണ്ടുവന്നിട്ട് ലക്ഷ്മണനെയൊക്കെ രക്ഷിച്ചു എന്നുള്ള കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ ഈ രാക്ഷസ സ്ത്രീകൾ കടന്നിട്ട് വളരെയധികം സങ്കടപ്പെടുകയാണ്. ഇങ്ങനൊരു യോഗം വന്നുല്ലോ, ആ ശൂർപ്പണേഖ കാരണം കൊണ്ടാണ്, വിരൂപയും വൃദ്ധിയായിട്ടുള്ള ശൂർപ്പണേഖ കാരണം കൊണ്ടാണ്, രാമനെ ആഗ്രഹിച്ചത് കൊണ്ടല്ലേ ഇതൊക്കെ വന്നത്. ആ ശൂർപ്പണേഖ കാരണം കൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് കുറേ പേര് പറഞ്ഞ് കരയുമ്പോൾ മറ്റുള്ളവർ പറയുക, ശൂർപ്പണേഖ എന്തിനാ പറയണേ? ശൂർപ്പണേഖ പറയണ വാക്ക് കേട്ടിട്ട് രാജാവാന്നും പറഞ്ഞിട്ട് നടക്കണ ആളല്ലേ.
ആ വാക്ക് കേട്ടിട്ട് ഇറങ്ങിപ്പുറപ്പെട്ട സീതയെ കൊണ്ടുവന്നുകൊണ്ടല്ലേ ഇതൊക്കെ വന്നത്. അതുപോലെ തന്നെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ആലോചിച്ച് നോക്കൂ. ബാലിയെ വധിച്ചതും ചിറകെട്ടിങ്ങോട്ട് വന്നതും അത് നമ്മുടെ ഹനുമാൻ ഇവിടെ വന്നിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ ആപത്താണെന്ന്. അപ്പോൾ ആ ആപത്ത് കാലത്ത് നല്ലത് എന്നുള്ള വിചാരം ഉണ്ടാവില്ല. അഹങ്കാരിയായിട്ട് ഇതിനൊക്കെ ധിക്കരിച്ചത് കൊണ്ട് എന്തുണ്ടായി? ആ വിഭീഷണൻ വന്ന് നല്ലത് പറഞ്ഞപ്പോൾ വിഭീഷണനെ ആട്ടിപ്പുറത്താക്കി. ആ വിഭീഷണൻ നല്ല കാലത്തിന് ശ്രീരാമചന്ദ്ര പ്രഭുവിനെ അഭയം പ്രാപിച്ചു. വിഭീഷണൻ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ഇനി ഈ കുലം കുലം തുടരാൻ വേണ്ടിയിട്ട്, കുലം മുടിക്കാൻ വേണ്ടി നടന്നു വെച്ചാലും ആ കുലം നശിക്കാതിരിക്കാൻ ആ വിഭീഷണൻ കാരണമായിട്ട് തീരട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും വിഭീഷണനെയൊക്കെ അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഇത് എന്തെല്ലാം ദുഷ്കർമ്മങ്ങളാണ് ചെയ്തത്. ബ്രഹ്മസ്വം ദേവസ്വം ഒക്കെ തീരെ മര്യാദയില്ലാണ്ട് എല്ലാം കൈയടക്കി. നാട്ടിലുള്ള പ്രജകളെയും കാട്ടിലുള്ള ബ്രാഹ്മണരെയൊക്കെ എല്ലാം അവർ ചെയ്യുന്ന യാഗങ്ങളൊക്കെ നശിപ്പിച്ചു, അവരെ വധിച്ചു. അങ്ങനെ എന്തെല്ലാം തെറ്റുകളാണ് ഈ രാവണൻ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് എല്ലാ സ്ത്രീകളും ആ രാവണനെ ശപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാനിത് എന്തായാലും എല്ലാവരോടും പറഞ്ഞു, ഇനി നിങ്ങൾ ദുഃഖിക്കേണ്ടത് എന്തായാലും ഞാൻ രാവണനെ വധിച്ചിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞതാ. ആ രാവണനെ വധിക്കാൻ പോണ ഭാഗങ്ങൾ അത് അതിനിടയിൽ വെച്ചിട്ടാണ് ലക്ഷ്മണന് ആ വേലേൽക്കണത്. പിന്നെ ലക്ഷ്മണനെ രക്ഷിക്കുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് പറയുന്നത്. യുദ്ധരംഗങ്ങളാണ് അധികം. ഇവിടെ അധികം നമുക്ക് പറയാനായിട്ട് വേറെ ഒന്നുമില്ല. അങ്ങനെ അതിനിടയ്ക്ക് ആ ലക്ഷ്മണൻ ശ്രീരാമൻ വീണ്ടും രാക്ഷസനോട് യുദ്ധം ചെയ്യുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ രാക്ഷസന് ഇത്തിരി കുറച്ച് രാവണന് കുറച്ച് തളർച്ചയുണ്ടെന്ന് തോന്നി. ആ തളർച്ചയുണ്ടെന്ന് തോന്നിയപ്പോൾ ആ രാവണൻ്റെ ആ തേര് അല്പം മാറ്റി നിർത്തി. അത് കഴിഞ്ഞിട്ട് ക്ഷീണം മാറിയപ്പോൾ രാവണൻ തേരാളിയോട് പറഞ്ഞു, നീ എന്നെ എന്തിനാ പിന്തിരിച്ചു വന്നത്? നീ രാമൻ്റെ ആളാണല്ലേ, ഞാനിതുവരെ ശത്രുക്കളിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുമ്പോൾ പറയണു, രാമനോട് സ്നേഹം ഉണ്ടായിട്ടോ യജമാനോട് വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല, ഇങ്ങനെ രാമനോട് പോരാടുമ്പോൾ ക്ഷീണിച്ച് അവശനാകണ കണ്ടു. അപ്പോൾ ആ സ്നേഹം കൂടുതൽ കൊണ്ടാണ് ഞാനിത് ചെയ്തത്. ക്ഷീണം മാറുന്നത് വരെ ഒന്ന് വിട്ടുമാറി നിൽക്കാൻ വേണ്ടിയിട്ട്. അത് പോരിനിറങ്ങിക്കഴിഞ്ഞാൽ മഹാരഥന്മാരുടെ തേര് തെളിക്കണവർ അത് ശ്രദ്ധിക്കേണ്ടതാണ്. കുതിരകളുടെ ക്ഷീണം, മഹാരഥന്മാരുടെ ക്ഷീണം, പോരാളികളുടെ സ്വഭാവം ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കണവരാണ് യഥാർത്ഥ തേരാളി എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ രാവണന് സന്തോഷമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അഗസ്ത്യ മഹർഷി ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ തേരിൽ വന്ന് ഇറങ്ങിയിട്ട് ആദിത്യ ഹൃദയ മന്ത്രം ജപിച്ചാൽ രാവണനെ വധിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു കൊടുത്തിട്ട് സൂര്യദേവൻ്റെ മഹത്വം മുഴുവനും പറയണു. 14 ലോകങ്ങളെ രക്ഷിക്കുന്നതും പ്രളയകാലത്ത് ഇതെല്ലാം ഭക്ഷിക്കുന്നതും ഭഗവാനാണ്, ആ സൂര്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സൂര്യനെ പറ്റി പറയണു. എന്തുകൊണ്ട്? ആ സൂര്യകുലോത്ഭവനാണ് ഭഗവാനല്ലേ. അപ്പോൾ നമ്മുടെ കുലത്തിൽ നമ്മൾ എപ്പോഴും പറയാം, നമുക്കൊരു പരദേവത ഉണ്ടാവും അല്ലേ. നമ്മളൊരു കുലത്തിൽ ജയിച്ചാൽ ആ കുലദേവത ഉണ്ടാവും. ആ കുലദേവതയെ എപ്പോഴും സ്മരിക്കണം. എന്ത് കാര്യത്തിന് മുമ്പ് ആ കുലദേവതയുടെ സ്മരണ ഉണ്ടായാൽ അത് വേണ്ട വിധത്തിൽ പൂർണ്ണമാവുള്ളൂ എന്നുള്ളൊരു ഉപദേശം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ആദിത്യ ഹൃദയ മന്ത്രമാണ് ഇനി ജപിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ദിവസം, കാരണം രാവിലെ തന്നെയാണ് ഏറ്റവും ആദ്യം ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കേണ്ടത്. അപ്പോൾ നാളെ തുടങ്ങണത് ആദിത്യ ഹൃദയ മന്ത്രത്തോട് കൂടിയിട്ടാവും തുടങ്ങുക. അപ്പം അതുകൊണ്ട് നാളത്തെ ദിവസം എല്ലാവരും ഇതിന് നേരത്തെ വരിക. കാരണം ഇത് തുടങ്ങുമ്പോൾ തന്നെയല്ലേ. അപ്പോൾ അത് എല്ലാവർക്കും ജപിക്കാൻ സാധിക്കട്ടെ, നമുക്ക് ഒരുമിച്ചിരുന്ന് ഇവിടെ ജപിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാക്കി ഭാഗങ്ങളൊക്കെ അടുത്ത ദിവസം പാരായണം ചെയ്ത് സമർപ്പിക്കാനായിട്ട് ഭഗവാൻ തീരുമാനിച്ചതുപോലെ എവിടെയാണോ നമുക്ക് സമർപ്പിക്കാൻ പറ്റണേ അതുപോലെ സമർപ്പിക്കാനായിട്ട് സാധിക്കട്ടെ. ഇനി ദേവേന്ദ്രൻ്റെ സ്തുതിയും കഴിഞ്ഞിട്ട് അയോധ്യയിലേക്കുള്ള യാത്ര വരെയുള്ള ഭാഗങ്ങൾ നാളെ പാരായണം ചെയ്യാം എന്ന് അങ്ങനെയാണ് എൻ്റെ ഒരു വിചാരിക്കുന്നത്. കാരണം അത്രയും നമുക്ക് വ്യാഴാഴ്ച നിർത്തേണ്ടതുകൊണ്ട് വ്യാഴാഴ്ച നമുക്ക് സമർപ്പിക്കണമല്ലോ, അതുകൊണ്ട് അപ്പോൾ അത് കഴിയട്ടെ എന്ന് ചൊവ്വാഴ്ച ഒരു ദിവസം നമ്മൾ പാരായണം ഉണ്ടാവില്ല, ഇങ്ങനെ തുടർ പാരായണം ഉണ്ടാവില്ല. അപ്പോൾ അന്ന് ഇതുപോലെ അപ്പോൾ അന്ന് നിങ്ങൾ സ്തുതികളൊക്കെ വായിക്കുമ്പോൾ
വരുമ്പോൾ ആദ്യം തന്നെ ഈ ആദിത്യ ഹൃദയ മന്ത്രം തുടക്കത്തിൽ തന്നെ പാരായണം ചെയ്യാം. അതിന് ശേഷം അതായത് നാളെ നമ്മളിത് പാരായണം ചെയ്യും. മറ്റന്നാൾ വന്നാൽ തുടക്കത്തിൽ ആദിത്യ ഹൃദയ മന്ത്രം പാരായണം ചെയ്തിട്ട് ബാക്കിയുള്ള ഈ രാമായണത്തിലെ സ്തുതികളൊക്കെ ഓരോരുത്തർക്കും അവരവർക്ക് പറ്റുന്നത് പോലെ ഏത് ഭാഗമാണോ വായിക്കാൻ പറ്റുക അതുപോലെ പാരായണം ചെയ്ത് സമർപ്പിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഇനി നമുക്ക് കർപ്പൂരമൊക്കെ കത്തിച്ച് ഇന്നത്തെ പാരായണോടെ സമർപ്പിക്കാം. എല്ലാം വേണ്ടതുപോലെ ആയിണ്ടോയെന്നൊന്നും അറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഒക്കെ ആ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാനേ നമുക്ക് സാധിക്കുള്ളൂ. ഓരോ തവണയും നമ്മൾ പാരായണം ചെയ്യുമ്പോഴും എന്താണെന്ന് വെച്ചാൽ ആ വെള്ളിയാഴ്ചയിലത്തെ പാരായണമാണ്. പിന്നെ ഞാൻ എൻ്റെ ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, കൊടകര. അപ്പോൾ ചേർത്തി പറഞ്ഞിട്ടുണ്ട് അവരവിടെ രാമായണം എല്ലാ ദിവസവും ഇതുപോലെ വായിക്കേണ്ടതാണ്. ഓരോരുത്തർ മാറി മാറിയാണ് വായിക്കുക അവിടെ. അപ്പോൾ അങ്ങനെ വായിക്കുന്നവരുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വരാൻ സാധിക്കുകയാണെങ്കിൽ വരൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുത്തെ തേവരുടെ ഇച്ഛ പോലെ ആവട്ടെ, ആർക്കൊക്കെ വരാൻ സാധിക്കണമെന്ന് വെച്ചാൽ സാധിക്കട്ടെ. പിന്നെ നമ്മുടെ പ്രേമപുഷ്പാഞ്ജലിയിലും നമ്മൾ ഈ ഒരു വീഡിയോ ഇടണ കാരണം കൊണ്ട് അവർക്കും അറിയാം. അതിൽ നിന്നും ആർക്കെങ്കിലും വരാൻ ആഗ്രഹിച്ചിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ ഭാഗ്യം. അങ്ങനെ ആ ഈശ്വരച്ഛ പോലെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർപ്പൂരം കത്തിക്കാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പാ ശരണം. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പാ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കൈതൊഴം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണപ്രാണാധിക പ്രിയേ. പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ. ബ്രഹ്മ വിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരിഴും ശുഭേ.
തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗപദ്മാവതി രൂപേ ഷഷ്ടിമംഗളചണ്ഡികേ കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകേറ്റണേ ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ ബർഹാപീഠം നടവരവപുകർണയോ കർണികാരം ബിഭ്രദ്വാസ കനകകപിശം വൈജയന്തിഞ്ചമാലം രന്ധ്രാൻ വേണോരതരസുതയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശത്കീർത്തി ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴുന്നു പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണമദീയ ജന്മം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ജാനകീ ജീവനസ്മരണം ഹര നമ പാർവതീപതയേ ആഞ്ജനേയ സ്വാമിക്ക് ജയ ജയ ശ്രീ രാധേ.